ജനുവരി 7, 2020 കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കലൂർ. ആ ദിവസം രാവിലെ 17 വയസ്സ് മാത്രം പ്രായമുള്ള +1 വിദ്യാർത്ഥിനിയായിട്ടുള്ള ഗോപിക തന്റെ വീട്ടുകാരോട് യാത്ര പറഞ്ഞ് നേരെ സ്കൂളിലേക്ക് പോവുകയാണ്. തുടർന്ന് മണിക്കൂറുകൾ മുന്നോട്ട് പോകുന്നു. മകൾ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതും കാത്ത് ഗോപികയുടെ മാതാപിതാക്കൾ ആ വീട്ടിൽ കാത്തിരിക്കുകയാണ്. സാധാരണ 4:30 ഗോപിക തിരികെ വീട്ടിലേക്ക് എത്തേണ്ടതാണ്. പക്ഷേ 4:30 കഴിഞ്ഞു, 5 മണിയായി, 5:30 കഴിഞ്ഞു. ഗോപിക ഇനിയും വീട്ടിലേക്ക് തിരികെ എത്തിയില്ല. ഇത്രയും സമയമായിട്ടും ഗോപിക വീട്ടിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ ഗോപികയുടെ അച്ഛന് വല്ലാത്തൊരു പേടി തോന്നുകയാണ്. അദ്ദേഹം തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് ഗോപിക വരുന്ന വഴി തന്നെ അദ്ദേഹം ഒന്ന് നടന്നു നോക്കി. നടന്നു പോകാൻ പറ്റുന്ന ദൂരം പരമാവധി നടന്നു നോക്കിയിട്ടും അദ്ദേഹം ഗോപികയെ കണ്ടില്ല. ഇനിയും ഒട്ടും വൈകിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഗോപികയുടെ അച്ഛൻ നേരെ പോയത് ഗോപിക പഠിക്കുന്ന ഒരു സ്കൂളിലേക്കാണ്. അവിടെ ചെന്നിട്ട് തൻ്റെ മകൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നോ, അവൾ എപ്പോഴാണ് സ്കൂളിൽ നിന്നും പോയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുന്നു. ഇങ്ങനെ അന്വേഷിച്ച സമയത്താണ് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ആ അച്ഛൻ മനസ്സിലാക്കുന്നത്. അതെ, ഗോപിക ആ ദിവസം സ്കൂളിലേക്ക് എത്തിയിട്ടില്ല. രാവിലെ വീട്ടിൽ നിന്നും പഠിക്കാനായിട്ട് സ്കൂളിലേക്ക് പോയ ഗോപിക ഇത് എവിടേക്കാണ് പോയിരിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് വല്ലാത്തൊരു പേടിയിലും പരിഭ്രമത്തിലും നിൽക്കുന്ന ആ അച്ഛൻ നേരെ പോയത് കലൂരിലെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ ചെന്നിട്ട് തൻ്റെ മകൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് ഒരു കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തു. അതിൻ്റെ കൂടെ ആ ഒരു കംപ്ലയിൻറ്റിൻ്റെ കൂടെ അദ്ദേഹം ഒരു കാര്യം കൂടെ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മകൾ കാണാതായതിൽ എനിക്ക് സംശയം മരട് സ്വദേശിയായിട്ടുള്ള സഫർ ഷാ എന്ന പേരുള്ള യുവാവിനെയാണ്. ഇതാണ് ആ അച്ഛൻ പോലീസുകാരോട് പറഞ്ഞു കൊടുത്ത മറ്റൊരു കാര്യം. രാത്രി 7:30 കലൂർ പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു കംപ്ലയിൻറ്റ് ലഭിക്കുന്നത്. കംപ്ലയിൻറ്റ് ലഭിച്ച പാടെ പോലീസുകാർ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോയ ഗോപികയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഗോപികയുടെ അച്ഛൻ പറഞ്ഞ മരട് സ്വദേശിയായിട്ടുള്ള സഫർ ഷാ ആരാണ് അയാളും ഗോപികയും തമ്മിൽ എന്താണ് ബന്ധം? കേരളത്തെ നടുക്കിയ ക്രൂരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ഒരു കേസിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാനായി പോകുന്നത്. വെൽക്കം ടു വിഷ്ണു ലോകം. മിസ്സിംഗ് കംപ്ലയിൻറ്റ് ലഭിച്ച രാത്രി അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടമായിട്ട് കലൂർ പോലീസ് ചെയ്ത ആ ഒരു കാര്യം ഈ കേസിനെ കുറിച്ച് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലാം തന്നെ വിവരം എത്തിക്കുക എന്നതാണ്. ഈ ഒരു മിസ്സിംഗ് കേസിലെ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും എത്തിയപ്പോൾ മരട് പോലീസ് സ്റ്റേഷനിൽ നിന്നും കലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു. മിസ്സിംഗ് കേസിൽ സംശയിക്കുന്നതായിട്ട് പറയപ്പെടുന്ന സഫർ ഷാ എന്ന പേരുള്ള വ്യക്തിയുടെ പേരിൽ ആ ദിവസം മരട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൂടെ വന്നിട്ടുണ്ട്. കുണ്ടന്നൂരിലെ സർവീസ് സെൻറ്ററിലെ ജോലിക്കാരനായിട്ടുള്ള സഫർ ഷാ അവിടേക്ക് സർവീസിനായിട്ട് വന്ന ഒരു കാറ് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നതാണ് കംപ്ലൈൻറ്റ്. ആ കംപ്ലൈൻറ്റ് തുടർന്ന് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സഫർ ഷാ വാൽപ്പാറ ചെക്ക് പോസ്റ്റ് പാസ് ചെയ്തിട്ട് ഈ കാർ കൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷനും പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കാറിൽ ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. മരട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇത്തരത്തിലൊരു ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ ലഭിച്ചത് കൊണ്ട് തന്നെ കലൂർ പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു കാര്യം ഉറപ്പിച്ചു: സഫർ ഷാ തന്നെയാണ് ഗോപികയെ കൊണ്ടുപോയിരിക്കുന്നത് എന്ന്. ആ രാത്രിയിൽ തന്നെ അന്വേഷണം വളരെ ഊർജിതമാക്കിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മരട് പോലീസ് സ്റ്റേഷനിലേക്ക് തമിഴ്നാട് പോലീസിൽ നിന്നും ഒരു കോൾ വരുന്നത്. കൊച്ചിയിൽ നിന്നും മോഷ്ടിച്ച വാഹനവുമായിട്ട് പ്രതി വാൽപ്പാറ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് എന്നൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ആ ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ ചെക്കിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെക്കിംഗ് നടത്തുന്നതിനിടയിലാണ് ആ ഒരു കാർ ഞങ്ങൾ കണ്ടെത്തിയത്. ആ ഒരു കാറിലെ ഡ്രൈവറെ ഞങ്ങൾ സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ആ ഒരു കാറിൻ്റെ പിൻ സീറ്റിൽ നിറയെ രക്തം തളം കെട്ടി നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. ഇത് കണ്ട ശേഷം ഞങ്ങൾ ആ പ്രതിയെ വീണ്ടും ഒരുപാട് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചോദ്യം ചെയ്തതിൽ നിന്നും അവൻ പറഞ്ഞത് അവൻ പ്രണയിച്ച ഒരു പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ശേഷം ഈ വാൽപ്പാറയിൽ എവിടെയോ അവൻ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ്. അവൻ കൊലപ്പെടുത്തിയ പെൺകുട്ടിയുടെ പേര് ഇവാന എന്നാണ് അവൻ പറയുന്നത്. ഈ പേരിലുള്ള ഏതെങ്കിലും പെൺകുട്ടികൾ അവിടെ മിസ്സിംഗ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യവും ആ തമിഴ്നാട് പോലീസുകാർ മരട് പോലീസിനോട് ചോദിക്കുകയാണ്. ഇതറിഞ്ഞ ഉടനെ തന്നെ മരട് പോലീസ് നേരെ വിളിച്ചത് ഗോപികയുടെ അച്ഛനെയാണ്. നിങ്ങളുടെ മകൾക്ക് ഗോപികയ്ക്ക് ഇവാന എന്നുള്ളൊരു പേര് കൂടി ഉണ്ടോ എന്നാണ് അവർ ചോദിച്ചത്. ആ അച്ഛൻ, ഗോപികയുടെ അച്ഛൻ പറഞ്ഞു, അതെ, എൻ്റെ മകളെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഇവാന. ഗോപിക എന്ന ഇവാനയെ കൊലപ്പെടുത്തിയത് സഫർ ഷാ തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തത്? എങ്ങനെയാണ് ആ ക്രൂരകൃത്യം ചെയ്തത്? കൊച്ചി പോലീസ് വളരെ വേഗത്തിൽ വാൽപ്പാറയിലെത്തി. തമിഴ്നാട് പോലീസ് പ്രതിയെ കേരള പോലീസിന് കൈമാറുകയും ചെയ്തു. ആ രാത്രിയിൽ തന്നെ നടത്തിയ ചോദ്യം ചെയ്യലിൽ സഫർ പോലീസിനോട് ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: മരട് സ്വദേശിയായിട്ടുള്ള സഫർ ഷായും കലൂർ സ്വദേശിയായിട്ടുള്ള 17 വയസ്സ് മാത്രം പ്രായമുള്ള ഗോപികയും കുറച്ച് മാസങ്ങളായിട്ട് അടുപ്പത്തിലായിരുന്നു. സ്കൂളിൽ പോകുന്ന ഗോപികയുടെ പുറകെ പ്രണയ അഭ്യർത്ഥനയുമായിട്ട് ഒരുപാട് പുറകെ നടന്ന ശേഷമാണ് ഗോപികയുടെ ഇഷ്ടം സഫർ പിടിച്ചു പറ്റുന്നത്. ആദ്യമെല്ലാം ജസ്റ്റ് കാണലും സംസാരിക്കലും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും ഒരു ദിവസം സഫർ ഗോപികയുടെ വീട്ടിലേക്ക് വന്നിട്ട് ഗോപികയുടെ അച്ഛനോട് പറയാണ്, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ച് തരുമോ എന്ന്. പക്ഷേ
17 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയാണ് ഗോപിക. അവളിപ്പോൾ പഠിക്കുകയല്ലേ, ഇപ്പോഴൊന്നും അതിന് കഴിയില്ല എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് ആ അച്ഛൻ അവനെ തിരിച്ചയക്കുകയും ചെയ്തു. സഫറിനോട് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ച ശേഷം ആ അച്ഛൻ മകളായിട്ടുള്ള ഗോപികയെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ഒരുപാട് ഉപദേശിച്ചു. നീ ഇപ്പോൾ പഠിക്കേണ്ട പ്രായമാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട, നല്ല രീതിയിൽ പഠിക്ക്, വിവാഹത്തിൻ്റെ സമയമാവുമ്പോൾ ഞങ്ങൾ നിനക്ക് നല്ലൊരാളെ കണ്ടുപിടിച്ച് തരാം, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആ അച്ഛൻ മകളോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല, പിന്നീട് അങ്ങോട്ട് ഗോപിക സഫറിനെ അത്രയ്ക്ക് അങ്ങോട്ട് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിൽ സഫർ ഗോപികയുടെ പുറകെ നടന്നിട്ട് ഗോപികയെ ശല്യപ്പെടുത്താനായി തുടങ്ങി. എന്തൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ പറഞ്ഞിട്ടും ഗോപിക അടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സഫർ ആ ഒരു തീരുമാനമെടുക്കുന്നത്, ഗോപികയെ കൊലപ്പെടുത്താമെന്നുള്ള ആ ഒരു തീരുമാനം. ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെളിയിൽ നിന്നും ഒരു കടയിൽ പോയിട്ട് ഒരു കത്തി സഫർ മേടിക്കുന്നു. അതിനുശേഷം തൻ്റെ സർവീസ് സെൻറ്ററിൽ വന്ന ഒരു വണ്ടി ആരോടും പറയാതെ എടുത്തുകൊണ്ട് സഫർ നേരെ പോയത് സ്കൂളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഗോപികയുടെ അരികിലേക്കാണ്. വണ്ടി നേരെ ഗോപികയുടെ മുന്നിലാക്കി നിർത്തിയ ശേഷം ആ വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്ന സഫർ ഗോപികയോട് പറഞ്ഞത്, നീ എന്നെ പ്രണയിക്കുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഇനിയും നിന്നെ നിർബന്ധിക്കില്ല, പക്ഷേ അവസാനമായിട്ട് നമുക്കൊരു യാത്ര പോവാം, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നീ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് തന്നെ നിന്നെ തിരികെ ഞാൻ വീട്ടിലേക്ക് എത്തിക്കാം, ഇങ്ങനെയെല്ലാം തന്നെ പറഞ്ഞിട്ടാണ് സഫർ ഗോപികയെ ആ വണ്ടിയിലേക്ക് പിടിച്ചു കയറ്റുന്നത്. ഗോപിക കാറിൽ കയറിയ ശേഷം ആ വണ്ടി നേരെ പോയത് വാൽപ്പാറ റൂട്ടിലേക്കാണ്. ആ റൂട്ടിലേക്ക് തന്നെ പോകാനായിട്ടുള്ള കാരണമുണ്ട് കേട്ടോ. ഇങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ സഫർ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു, വാൽപ്പാറയിലെ ഏതെങ്കിലും ഒരു ആളൊഴിഞ്ഞ ഭാഗത്ത് ചെന്നിട്ട് ഈ പറയുന്ന ഗോപികയെ കൊലപ്പെടുത്തുക, അതിനുശേഷം അവിടെ എവിടെയെങ്കിലും ഉപേക്ഷിക്കുക. ഈ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സഫർ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. വാൽപ്പാറ റോഡ് നല്ല രീതിയിൽ സഫറിന് അറിയാം. ആ ഒരു വഴി ഒരുപാട് തവണ സഫർ യാത്ര ചെയ്തിട്ടുണ്ട്. അഞ്ചരയോടുകൂടി അതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വീണ്ടും കാടിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരുന്ന അവർ എന്താണ് സംസാരിച്ചു കൊണ്ടിരുന്നതെന്ന് അറിയില്ല. കാരണം ആ ഒരു സമയത്ത് ഒരു പക്ഷേ ഗോപികയ്ക്ക് നിലവിളിക്കാമായിരുന്നു, മറ്റുള്ള ആളുകളുടെ സഹായവും ലഭിക്കുമായിരുന്നു. അത്രയ്ക്ക് ഇരുട്ടായിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ലാതെ മറ്റ് പല വാഹനങ്ങളും ആ വഴി കൂടെ യാത്ര ചെയ്യുന്നുമുണ്ടായിരുന്നു. യാതൊരു അസ്വാഭാവികതയും തോന്നിപ്പിക്കാതെയാണ് ആ കാറ് വാൽപ്പാറ കാട്ടിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാടിന് നടുവിലുള്ള റോഡിലൂടെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത അവർ വരട്ടുപാറ എന്ന് പറയുന്ന സ്ഥലം എത്തുമ്പോൾ സമയം 8 മണിയാണ്. സത്യത്തിൽ വളരെ അപകടം പിടിച്ചൊരു വഴിയാണത്. കാട്ടാനയും പുലിയും കടുവയും എല്ലാം തന്നെ സദാസമയം ആ രാത്രിയിൽ അല്ലെങ്കിൽ രാത്രികളിൽ അവിടെ തന്നെ ഉണ്ടാവും. വരട്ടുപാറ എന്ന് പറയുന്ന ആ കാട് പ്രദേശത്തിൻ്റെ സൈഡിലായിട്ട് വണ്ടി നിർത്തിയിട്ട് അവർ രണ്ടുപേരും ആ കാറിൻ്റെ പുറകിലെ സീറ്റിലേക്ക് വന്നിരിക്കുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും കുറച്ചു നേരം സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ശാരീരികമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ അവർ എന്തെല്ലാമോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിനിടയ്ക്കാണ് ആ കാറിനുള്ളിൽ നിന്നും ഒളിപ്പിച്ച് വെച്ച കത്തി എടുത്തിട്ട് സഫർ ഈ പറയുന്ന ഗോപികയുടെ നെഞ്ചിൽ ആഞ്ഞു കുത്തുന്നത്. കത്തി കൊണ്ട് 23 കുത്തുകൾ ഗോപികയുടെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട്. ഇതിലെ 4 മുറിവുകൾ വളരെ ആഴമേറിയതാണ്. അത് നെഞ്ചിൻ്റെ ഭാഗത്തായിട്ടാണുള്ളത്. ആ രാത്രിയിൽ വണ്ടിക്കുള്ളിൽ വെച്ച് തന്നെ ഗോപികയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം വീണ്ടും 4 കിലോമീറ്ററോളം അവൻ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതുപോലൊരു ബോഡി ഉപേക്ഷിക്കാമെന്ന് ഉറപ്പുള്ളൊരു സ്ഥലം എത്തിയപ്പോഴാണ് അവൻ ആ വണ്ടി നിർത്തിയിട്ട് ഗോപികയുടെ ശരീരത്തെ ഈ പറയുന്ന കാടിനുള്ളിലേക്ക് വലിച്ചിടുന്നത്. ഇങ്ങനെ വലിച്ചിടുന്ന സമയത്ത് അവൻ്റെ മനസ്സിലെ തോന്നൽ എന്തായാലും താൻ പിടിക്കപ്പെടില്ല എന്നുള്ളതാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇതുപോലൊരു ശരീരം ആ പ്രദേശത്ത് കടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വന്യമൃഗങ്ങൾ അവിടേക്ക് വന്നിട്ട് അതെല്ലാം തന്നെ കടിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ തീർച്ചയായിട്ടും തെളിവുകളൊന്നും തന്നെ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ആരും പിടിക്കില്ല എന്നുള്ളതാണ് സഫർ ഷാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഗോപികയുടെ ശരീരം ആ കാടിൻ്റെ ഭാഗത്ത് ഉപേക്ഷിച്ച ശേഷം വളരെ വേഗത്തിൽ തമിഴ്നാട് അതിർത്തി കടക്കാമെന്ന് വിചാരിച്ച് അവൻ വരുന്ന സമയത്താണ് തമിഴ്നാട് പോലീസ് അവനെ പിടിച്ചു നിർത്തുന്നത്. തമിഴ്നാട് പോലീസ് സഫറിൻ്റെ വണ്ടിക്കെതിരെ കൈ കാണിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, മരട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഒരു കാർ മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം. സോ ഈ ഒരു കംപ്ലൈൻറ്റ് ലഭിച്ച ഉടനെ മരട് പോലീസ് ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയ സമയത്ത് ഈ കാറ് ഈ പറയുന്ന പോലെ അതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വാൽപ്പാറ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ മരട് പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മരട് പോലീസ് തമിഴ്നാട് പോലീസിനെ കോൺടാക്ട് ചെയ്തിട്ട് ഈ നമ്പറിലുള്ള വണ്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അതിനെ തടയണം, അതൊരു മോഷണ വണ്ടിയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് പോലീസ് ആ വണ്ടിക്കെതിരെ കൈ കാണിച്ചത്. സഫറിൻ്റെ വണ്ടിക്കെതിരെ കൈ കാണിക്കുന്ന സമയത്ത് തമിഴ്നാട് പോലീസിന് അറിയില്ല ഒരു കൊലപാതകം നടത്തിയിട്ടാണ് അവനെ വരുന്നത് എന്നുള്ള കാര്യം. സഫറിനോട് തമിഴ്നാട് പോലീസ് വണ്ടി സൈഡിലേക്ക് ആക്കിയിട്ട് ആ ഒരു വണ്ടി പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്ത സമയത്താണ് അവർ ആ വണ്ടിയുടെ പുറക് സീറ്റിൽ ധാരാളം രക്തം ഇങ്ങനെ ഒഴുകി നിൽക്കുന്ന ആ ഒരു കാര്യം കാണുന്നത്. സോ ഈ ഒരു ഇൻഫർമേഷനാണ് തമിഴ്നാട് പോലീസ് മരട് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട്
പറഞ്ഞതും. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആ ദിവസം രാത്രിയിൽ തന്നെ സംഭവിച്ചതാണ്. അടുത്ത ദിവസം പുലർച്ചെ തന്നെ കേരള പോലീസ് സഫറിനെയും കൂട്ടിയിട്ട് എവിടെയാണ് നീ ഗോപികയുടെ ശരീരം ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞ് കാണിച്ചു തരാനായിട്ട് പറഞ്ഞിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങൾ അവൻ പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തിട്ട് പോലീസുകാരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുമുണ്ട് ആ ഒരു സമയത്ത്. അവസാനം സഫർ പറഞ്ഞതനുസരിച്ച് വരട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയ പോലീസുകാർ ഗോപികയുടെ ആ ഒരു ശരീരം കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ശരീരത്തെ കാണുന്ന സമയത്ത് ശരീരം കമഴ്ന്നടിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ് കണ്ടത്. മറ്റുള്ള മൃഗങ്ങളൊന്നും തന്നെ വന്നിട്ട് കടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു കാഴ്ച അത് വളരെ ഭീകരമായിരുന്നു. അവിടെ തന്നെ അടുത്തുള്ള ഒരാളാണ് പെട്ടെന്നൊരു വെള്ള തുണി കൊണ്ടുവന്നിട്ട് ആ ഒരു ശരീരത്തിൻ്റെ മേലെ ഇട്ട് മൂടിയത്. ഒരാളെ പ്രണയിക്കാനായിട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് അയാളുടെ ക്യാരക്ടർ എന്താണെന്ന് ഒരു പരിധി വരെയെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. അവൻ്റെ ബിഹേവ് കണ്ടിട്ട് അവൻ ഒരുപാട് നല്ല രീതിയിൽ കെയർ ചെയ്യുന്നു, നല്ല രീതിയിൽ സംസാരിക്കുന്നു, ഇതെല്ലാം തന്നെ വിചാരിച്ചിട്ട് എല്ലാം അങ്ങ് വിശ്വസിച്ച് പോവരുത്. അവൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാക്കിയ ശേഷം മാത്രമേ ചെറിയ രീതിയിലെങ്കിലും അടുപ്പിക്കണോ വേണ്ടയോ എന്നെല്ലാം തന്നെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. എന്തായാലും സഫറിന് കോടതി വിധിച്ച ശിക്ഷ ഇരട്ട ജീവപര്യന്തവും 2.5 ലക്ഷം രൂപ പിഴയുമാണ്. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.